ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും, നമ്മളെ വീഡിയോ കാണുന്ന ലൈക്കും കമൻറ്റും ഒക്കെ തരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ വീഡിയോ കാണേക്കാൾ മുന്നേ തന്നെ ഒന്ന് ലൈക്കൊക്കെ തന്നിട്ട് വീഡിയോ ഒക്കെ കണ്ടോളിട്ടാ. നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും നമ്മളെ അടുത്ത് എന്തെങ്കിലും ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക വെച്ചെങ്കിൽ അതൊക്കെ ഞാൻ പരിഹരിച്ചിട്ട് ഇട്ടോളാം കേട്ടോ. പിന്നെ കൂട്ടുകാരോട് പറയാനുള്ളത്, നമുക്ക് പിന്നാലെ നടന്നിട്ട് വീഡിയോ എടുത്ത് തരാം. ചെറിയ മക്കളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ മക്കളൊക്കെ വലിയ വലിയ മക്കളാണ്. അപ്പോൾ രണ്ടുപേരാണ് കേട്ടോ എനിക്ക് പറയാത്തൊരു അറിയിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഈ അവിടെ ഇവിടെയൊക്കെ ഫോൺ വെച്ചിട്ടും സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊന്നും നമുക്ക് ഇല്ല, അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ആർക്ക് വല്ലാണ്ട്. അപ്പോൾ ചിന്നു വന്നതാണ് കേട്ടോ. ഞാൻ തീ പൂട്ടിയിട്ട് വന്നപ്പോൾ ആ ചിന്നു ഓടിയ കണ്ട ഓളിങ്ങനെ വന്നിട്ട് നിന്നതാട്ടാ തിന്നാൻ. അപ്പോഴാണ് ഒരു പുറത്തുനിന്ന് ഏതോ ഒരു നായരൊരു ഓളിയിട്ടലും ഒരു കുരയും കേട്ട്. അത് കേട്ട വഴിക്ക് ഓടിയിട്ട ഓളെ കുട്ടികളുണ്ടല്ലോ, ആരമ്മയുടെ ആ ഒരു ഇതാണ് ഇട്ടത്. ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ നമ്മളെ കുടിവെള്ളമൊക്കെ കുറച്ച് കുടിവെള്ളത്തിൻ്റെ പൊടി കഴിഞ്ഞിട്ടാ. എനിക്ക് ഈ ജീരക വെള്ളം എത്ര കുടിച്ചാലും എനിക്ക് ദാഹം തീരില്ല കേട്ടാ. അപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടതാണ്. കല്യാണത്തിന് വെപ്പുകാർ പൊടിച്ച് വെച്ചതാ തോന്നുന്നുണ്ട്, കുടന്നയിലുണ്ടായിരുന്നതാണ്. എന്തായാലും ഞാൻ കുറച്ച് ജീരകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ദാഹമുക്തിര വെള്ളമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇട്ട് കൊടുത്തു. എന്തായാലും പച്ചവെള്ളം തിളപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അങ്ങനെ അരിയൊക്കെ തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് അങ്ങനെ മുതിരൊക്കെ ഒന്ന് ഉണ്ണിത്തണ്ടൊക്കെ ഒരു തോരൻ വെക്കണം. അപ്പോൾ ഉണ്ണിത്തണ്ടിൻ്റെ റെസിപ്പി ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ കമൻ്റ് ഇട്ടിരുന്നു. അപ്പം ഒന്ന് ഉണ്ണിത്തണ്ടും മുതിരയും തോരൻ വെക്കണം. പിന്നെ കറി സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ കറി വെക്കണില്ല, തോരനും ഒക്കെയാണ് ഇന്ന്. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് പോവുക കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പൊടി കേട്ടോ. മുറ്റടിക്കുമ്പോൾ ഊര വല്ലാണ്ട് വളയണില്ല കേട്ടാ. അപ്പോൾ പിന്നെ നമ്മളെ മർക്കേരിയൊക്കെ അടിച്ചിരുന്നൊരു ചൂല് തന്നെ കേട്ടാ. അതിൻ്റെ തലപ്പ് ചെറുതായിട്ടൊന്ന് കൊത്തിയിട്ട് അതാണ് കേട്ടാ. ഇപ്പോൾ വല്ലാണ്ട് ഈ ഇലരെ ഒന്നട് വീഴ്ച ഒന്ന് കുറഞ്ഞിറക്കണം കേട്ടാ. അങ്ങനെ ഞാൻ മുൻവശം അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജൂലി ഈ എന്ന് പറയട്ടോ ഓൾക്ക് ഇറങ്ങണം കേട്ടാ. അപ്പോൾ നേരത്തെ ഇറങ്ങണം. അതല്ല ഓൾക്ക് ഒന്നും രണ്ടൊന്നും പെട്ടെന്ന് ഇല്ല വെച്ചെങ്കിൽ പിന്നെ ഓൾ അവിടെ തന്നെ കിടക്കും കേട്ടാ. അപ്പോൾ എൻ്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് മുയലിന് അപ്പ് നോക്കുകയാണ് കേട്ടാ. അപ്പം അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് ജോലിനെ ഇറക്കി കെട്ടിയിട്ട് ഞാനങ്ങനെ വന്നതാണ് കേട്ടാ. അപ്പോൾ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ ഇങ്ങനെ വേസ്റ്റൊക്കെ കൊടുത്തിട്ടുള്ള ആ കവറൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഒരു പേരേനെ അത് തൂങ്ങിക്കിടക്കുന്നത്. അവിടെ ഒരു കമ്പി ഉണ്ട് കേട്ടോ. അതുമ്പോൾ ഇങ്ങനെ കൊളുത്തുക ചെയ്യുക. അപ്പോൾ അത് ഉണങ്ങിയാൽ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് പിന്നെ പുതിയതൊക്കെ ആയിട്ട് ഇടും. അപ്പോൾ പുതിയതൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഉണങ്ങിയത് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും കൂടി ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചാക്കിലാക്കി വെച്ച്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ, അത് കാരണം കൊണ്ടുപോയില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ ആയിട്ട് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം. അപ്പം മിനിഞ്ഞാന്ന് കുറച്ച് ആ ഉണ്ണിത്തണ്ട് നമ്മൾ ആ സന്ധ്യയോടെ അടുത്തിട്ട് വീഡിയോ അല്ലാതെ ഓടി വന്നിട്ട് ആ സന്ധ്യ വിളക്ക് വയ്ക്കേണ്ട നേരത്താണല്ലോ വെട്ടി പോയതൊക്കെ. പിന്നെ നമ്മൾ ആ ചപ്പും ചമ്മലും ഒന്നും വാരിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വാരിയിട്ടിട്ട് അവിടെ ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടാ കൂട്ടുകാർ. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണും ചെയ്യാലോ. അങ്ങനെ നമുക്കിന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ഷോപ്പ് പുതിയ അടിപൊളി ഓപ്പനിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയാൽ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണം. നമുക്ക് അല്ലറ ചില്ലറ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നോക്കും വേണം. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ചേട്ടൻ പോയിട്ടാണ് കേട്ടോ. അപ്പോൾ എ സി ഒക്കെ വാങ്ങിയപ്പോൾ മേലത്തെ റൂമിൽ എ സി വെച്ചില്ല കല്യാണമൊന്നുമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചൂടായ അവിടെ തീരൊക്കെ എടുക്കാൻ പറ്റില്ല കേട്ടാ. അപ്പോൾ എന്തായാലും എ സി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേക്ക് പോകാൻ പറ്റിയില്ല കേട്ടാ. അപ്പോൾ ഞാൻ ഇന്നലെ പോയി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്നലെ വീഡിയോ ഒക്കെ കൂട്ടുകാർ കണ്ടല്ലോ. അങ്ങനെ അടുപ്പ് ഒഴിവില്ല കേട്ടോ ചായക്ക് വെക്കാൻ. അപ്പോൾ കുറച്ച് കെറ്റലിൽ തന്നെ തിളപ്പിച്ചിട്ട് പൊടിയും പഞ്ചസാരയും ഞാൻ അടുപ്പത്താണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ചതിൻ്റെ ശേഷം ആ തിളച്ച വെള്ളം കെറ്റലിൽ നിന്നാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ പുട്ടും തകൃതിയായിട്ട്
പുട്ട് നിറച്ചിട്ട് അതൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ പുട്ടിക്ക് ചെറുപയർ കറിയാണ് കേട്ടോ. മുതിരി ഞാൻ വെള്ളത്തിയിട്ട് അത് നമ്മളെ ഉണ്ണിത്തണ്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിത്തണ്ടൊക്കെ ഒന്ന് നൂല് ചുറ്റി അതൊക്കെ റെഡിയാക്കി അപ്പോഴേക്ക് നമ്മളെ ചെറുപയർ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ. നല്ല ചെറുപയറായാൽ നല്ല രുചിയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ട് കുറച്ച് പിരിയമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഒന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇല്ല കേട്ടോ, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളെ ഉണ്ണിത്തണ്ട് ഇട്ടാ. ആ മുതിര ആദ്യം വേവിച്ച് പിന്നെ മുതിര വെന്ത് വന്നപ്പോൾ ഞാൻ ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുത്ത് 2 അടി അടിച്ചിട്ട് അങ്ങനെ അവിടെ ഇട്ടതാട്ടാ. അപ്പോൾ നമ്മളെ എന്നിട്ട് വെള്ളം ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് ഉലർത്തി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറി ഉണ്ട്. പിന്നെ ഉണക്കച്ചെമ്മീൻ വറുത്തതും പച്ചമാങ്ങയും നാളികേരം ചെറിയ ഉള്ളിയും ഉപ്പൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ഒന്നാണ്ട് കറക്കിയെടുത്തതാട്ടാ. വായിൽ വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പച്ചമാങ്ങ ഇട്ടിട്ട് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടാ. ഈ ഒരു ചമ്മന്തി മതിട്ടാ ചോറ് തിന്നാൻ എന്തൊരു രുചി ചെയ്തെന്ന് വെച്ചിട്ടാ. നല്ല ചെമ്മീനായിരുന്നു പറയുമ്പോൾ തന്നെ ഇതാവും കേട്ടാ, നല്ല ടേസ്റ്റാട്ടാ. അപ്പം മാങ്ങയും ഒക്കെ കിട്ടുമ്പോൾ ചെമ്മീനൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കിക്കോളും കേട്ടോ കുട്ടികൾ. അപ്പോൾ കാതിലത്തെ ഊരി വെച്ചതിൻ്റെ ശേഷം അപ്പോൾ ഭയങ്കര മടിയാട്ടാ. കാതിലത്തൊക്കെ ഇടാൻ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒന്നാണ്ട് എടുത്തിടുക എന്ന് മാത്രം കേട്ടാ. അങ്ങനെ ഞാൻ പോവുകയാണ് കേട്ടാ ഷോപ്പിലേക്ക്. അപ്പോൾ പോകുമ്പോൾ നമ്മളെ ചിന്നുവിൻ്റെ മക്കളാണ് കേട്ടോ റോഡ് സൈഡിൽ കാനയിൽ ഇപ്പം ഇപ്പുറത്തെ കാനയ്ക്ക് വന്നിരിക്കണം കേട്ടാ. അപ്പോൾ അവിടുത്തെ ഒരു പടിരെ അവിടെ ചിന്ന് ഓട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാട്ട മക്കളൊക്കെ കിടക്കുക. അപ്പോൾ വരിക്ക് കിടക്കുക കേട്ടോ മക്കൾ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊരു പാക്കറ്റ് പാലും വാങ്ങിയിട്ടാണ്. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് പാല് ഞാൻ മേടിക്കും കേട്ടോ ഒരാൾക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനമൊക്കെ ഞാൻ കുറച്ച് മാറ്റിയിട്ട് അവിടെ വെച്ച് എന്നിട്ട് അവർക്ക് കിണ്ണത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ. ഓരോരുത്തരും ഇലയൊക്കെ എന്തൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, തിന്നാൻ കിട്ടുന്നുണ്ട്. ഈ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും കൊടുക്കൂട്ടാ. പക്ഷേ ഒരു സങ്കടമുള്ള കാര്യം ഉണ്ടായിട്ടാ. അപ്പോൾ ഇത് ഞാൻ വരിക കേട്ടോ, 1 മണി നേരത്ത് വരികയാണ്. അപ്പോൾ പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഫോണുള്ള കാരണം ഇവരൊക്കെ കൂടിയിട്ട് വന്നപ്പോൾ അവരെ തലയിലേക്കൊക്കെ ഓരോ തുള്ളി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഞാൻ അതൊക്കെ തുടച്ചു കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ കുടിച്ച് തീരുന്നേക്കായി മുന്നേ ഞാൻ പോരും കേട്ടോ. ഇല്ല വെച്ചെങ്കിൽ ഓരോരുത്തർ പിന്നാലെ ഓടും, റോഡല്ലേ. അപ്പം അങ്ങനെ മക്കളെ വരുമ്പോൾ ഞാൻ ഇവർക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. മിഞ്ഞാന്ന് ഞാൻ പുറത്ത് പോയി വരുമ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തു. കാര്യം നമുക്ക് വരുമാനമൊന്നുമില്ല, എന്നാലും നമ്മളുള്ളതെന്ന് അവർക്ക് അത്രയും ഇവർ പട്ടിണി കിടക്കണവരാണെന്ന് അവരെ കണ്ടാൽ അറിയാലോ. നല്ല കുണ്ടുമണികളാണ്. എന്താ വെച്ചാൽ ആരും ഇവർക്ക് കൊടുക്കണ്ടേ, ഓരോന്ന് റോട്ടുമ്മ കൂടെ പോണവർക്കൊക്കെ. അങ്ങനെ ഞാൻ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഒരു 3 മണിക്ക് ശേഷം 4 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ തിരുമ്പണവും ഒക്കെ പോകുമ്പോൾ പിന്നെ അതിനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞൊരു 5:30 ആയിട്ട് വരുമ്പോൾ വന്നതിൻ്റെ ശേഷം പറയുകയെ ഒരു ബൈക്ക് അടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ചത്ത്. ഒരു ചിന്നുവിൻ്റെ ഒരു നായക്കുട്ടി ചത്ത് വണ്ടി ഇടിച്ചിട്ട് കാനയ്ക്ക് വീണിട്ട് 2 പ്രാവശ്യം കീച്ചിട്ടൊരു കരച്ചിലും കരഞ്ഞിട്ട് പെടഞ്ഞാണ്ട് ചത്ത്. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് മക്കളെ. അയ്യോ, എനിക്ക് വീഡിയോയിൽ പറയാൻ പോലും പറ്റണില്ല. കാരണം ഞാൻ ഇവർക്ക് പാല് കൊടുക്കണ എന്താ വെച്ചിട്ടാ, എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റായാലും പലരും കൊടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇവരപ്പം നമുക്ക് രക്ഷപ്പെടുത്താൻ എന്തായാലും പറ്റില്ല. ചിന്നുവിന് പിന്നെ ഞാൻ ഫുഡ് കൊടുക്കും. അപ്പോൾ ജീവിക്കണ വരെ അവർ വിശപ്പ് തീരട്ടെ, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ വണ്ടി അടിച്ചിട്ടും തട്ടിയിട്ടും മുന്നത്തെ 6 എണ്ണം വണ്ടി ഇറങ്ങി ചത്ത്. പക്ഷെ അതിലേക്കും കുറച്ച് പോന്നിറക്കണം ഇട്ടപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടെന്നല്ലേ. അപ്പം മോൻ പറഞ്ഞു നിങ്ങളെ വീഡിയോ ഒന്നും എടുക്കാൻ പോകണ്ടെന്ന്. എനിക്കൊന്നും കാണാനുള്ള ശക്തി ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.